2 ദിവസം മുമ്പ് നമ്മുടെ ചേന നമ്മൾ വിളവെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ്. നമ്മൾ ആ ഒരു ദിവസം തന്നെ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ഒരു 6, 6:30 കൂടി നമ്മൾ ചേന നമ്മൾ വിളവെടുത്തിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ നട്ടിട്ടുള്ള എല്ലാ ചേനകളും വിളവെടുത്തു. നല്ല രീതിയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണ്ടൊക്കെ പട്ടുപോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വിളവെടുത്തത്. അതുകൊണ്ട് തന്നെ ചേനയുടെ കിളച്ചെടുക്കാൻ കുറച്ച് പാടാണ്. കാരണം അതിൻ്റെ ചേന ഏത് ഭാഗത്താണെന്ന് കണ്ടെത്തി കിളയ്ക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ എല്ലാ ചേനകളും നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. വിളവെടുത്ത ചേനകളെല്ലാം നമ്മൾ നമ്മുടെ എടുത്ത സൈഡിൽ കുഴിയിൽ ഇതുപോലെ നിരത്തിയിട്ടേക്കാണ്. ഇനി നമ്മൾ ഇതെടുത്ത് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പം ഞാൻ അർബാന എടുത്തുകൊണ്ട് വന്നിട്ട് കേട്ടോ. അർബാനയിൽ ലോഡ് ചെയ്തിട്ട് 1-2 ട്രിപ്പായിട്ടാണല്ലോ നമ്മൾ നേരെ പറമ്പിൽ നിന്നും നേരെ വീട്ടിലേക്ക് എത്തിച്ചത്. നമ്മൾ ഈ എടുത്തിട്ടുള്ള ചേനകളെല്ലാം വിളവെടുത്തുകൊണ്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് ഇനി കുറച്ച് ചേന നമ്മൾ വിൽക്കണം. അതായത് മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കും. പിന്നെ കുറച്ചുള്ളത് നമ്മൾ വീണ്ടും അടുത്ത വർഷം നടാൻ വേണ്ടി നമ്മൾ വിത്തിന് തയ്യാറാക്കും കേട്ടോ. അപ്പോൾ ഇനി തുടർന്ന് നമ്മൾ ഈ ചേന വിത്ത് തയ്യാറാക്കുന്ന വിത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോസ് കാര്യങ്ങളെല്ലാം പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഓരോ വണ്ടി ലോഡായി കഴിയുമ്പോൾ നമ്മൾ മെല്ലെ തള്ളി നമ്മൾ നേരെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ തന്നെ ചേന നമ്മൾ കളയ്ക്കാൻ വേണ്ടി എടുത്ത് വിളവെടുത്തു. അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഉച്ചയായപ്പോഴേക്കും നമ്മുടെ ചേന വിളവെടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് ചേന പറമ്പിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ഈ ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ വണ്ടി ട്രിപ്പ് അടിച്ച് നമ്മൾ ചേന കുറച്ച് നമ്മൾ കൊണ്ടുവന്നു. ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട് കേട്ടോ. അതും പോയി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ചേന നമുക്ക് മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചേന വിത്തിനുള്ള ചേന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്നായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ തണ്ട് പറഞ്ഞത്, അതായത് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിൽ തണ്ട് പട്ടുപോയി ശേഷമാണ് ആ ചേന വിത്തിന് വേണ്ടി എടുക്കുന്നതായിട്ട് ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചേന എല്ലാം നല്ല വിത്തിന് കറക്റ്റ് പരുവായിട്ട് ടൈമിലാണ് നമ്മൾ കിളച്ചെടുത്തേക്കണേ. അങ്ങനെ ഓരോ ട്രിപ്പ് നമ്മൾ കൊണ്ടുവന്നു, ഓരോ ട്രിപ്പ് ചേനയോടെ വെച്ചു. പിന്നെ കുറച്ച് നമ്മൾ പണിയെടുത്ത് വയ്യാണ്ടായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ചേന ക്ലീനിങ്ങിലേക്ക് കിടക്കും. പിന്നെ മെല്ലെ വീണ്ടും ട്രിപ്പ് അടിക്കും. അങ്ങനെ എല്ലാ ചേനയും നമ്മൾ ഫൈനലി നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇരുന്ന് നമ്മുടെ ചേന ക്ലീനിങ് ആണ്. ഇതുപോലെ മണ്ണും കാര്യങ്ങളും പിന്നെ ചെറിയ കണക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിത്തുകൾ സൈഡിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ തട്ടിയൊക്കെ കളഞ്ഞു. അതേ ഇതുപോലെ നല്ലൊരു വൃത്തി, നല്ല ഷേപ്പൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഒരുക്കിയെടുത്തു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ചേനകളെല്ലാം ഒരുക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3-4 സൈഡുകളിലായിട്ട് നിന്ന് നമ്മളെല്ലാം ഈ കാണുന്ന ചേനകളെല്ലാം ഒരുക്കി വിത്തിനും അതായത് നമ്മൾ കൊടുക്കാനൊക്കെ ആയിട്ട് റെഡി ആക്കിയിട്ടേക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതേ വണ്ടി വന്നു. വണ്ടിയിലേക്ക് നമ്മൾ ഓരോ ചേനകളായിട്ട് ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ചേനകളെല്ലാം ലോഡ് ചെയ്ത് വണ്ടിയെല്ലാം ഫുള്ളാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ നേരെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി ബാക്കി കുറച്ച് ചേന നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വിത്തിന് തയ്യാറാക്കുന്ന വീഡിയോ പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ.